കർത്താവിൽ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപയും ആശ്രയം, ഹല്ലേലൂയ. കൃപയും ാലും എവിടെയാലും ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ കടലാകും, ഇരുപാതയിൽ അരുവിന മൊഴി നൽകും. കൃപയും ആശ്രയമാ, ഇരുപാതയിൽ അരുവിന മൊഴി നൽകും. കൃപയും ആശ്രയമാ. കൃപയും ആശ്രയം, ഹല്ലേലൂയ. കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. എന്റെ കാഴ്ചയിൽ അവരെന്നെ ഓർത്തല്ലോ, ഓരോ വൈരിയും ബലമവൻ പകർത്തല്ലോ. എന്റെ കൈകളിൽ അവരെന്നെ ചേർത്തല്ലോ, സ്വർഗ്ഗഗീതം പാടിയും എന്റെ കൈകളിൽ അവരെന്നെ ചേർത്തല്ലോ, സ്വർഗ്ഗഗീതം പാടിയും. കൃപയും ആശ്രയം, ഹല്ലേലൂയ. കൃപയും ആനന്ദമാ. വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും, വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവരെന്നാലും, തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപയും ആശ്രയം, ഹല്ലേലൂയ. കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വചനം കാത്തുകൊള്ളുക, വചനത്താൽ കാക്കപ്പെടും എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിന്റെ വചനത്തെ ആദരിക്കുന്നവനെ വചനം ആദരിക്കും. ദൈവമക്കൾ മറ്റെന്തിനേക്കാളും ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിനാണ്. ഒരുവന്റെ ജീവിതത്തിൽ വചനത്തെ കൂടാതെ ഒന്നും സാധ്യമാകുകയില്ല. വചനം സൃഷ്ടിക്കുന്നതാണ്, വചനം കാക്കുന്നതാണ്, വചനം ശുദ്ധീകരിക്കുന്നതാണ്, വചനം സൗഖ്യമാക്കുന്നതാണ്, വചനം ഉയർത്തുന്നതാണ്, വചനം ശക്തീകരിക്കുന്നതാണ്, വചനം തകർക്കുന്നതാണ്, വചനം കീറിമുറിക്കുന്നതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഏത് ആവശ്യത്തിലും വചനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. വചനത്തെ ഒരിക്കലും പ്രിയരെ അവഗണിക്കരുത്, വില കുറച്ച് കാണരുത്. കാരണം വചനം കൂടാതെ ഒന്നുമില്ല. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏത് ശക്തമായ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ വചനം കാക്കേണ്ടവരും വചനത്തിൽ നിൽക്കേണ്ടവരുമാണ് ദൈവമക്കൾ. അപ്രകാരം വചനം കാക്കുന്നവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അതിശയകരമായ അനുഭവങ്ങളായിരിക്കും. ഫിലദൽഫിയയിലെ സഭയ്ക്കുള്ള ദൈവിക ദൂതിലാണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ
വചനം കാത്തവരാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം കാക്കുന്നതിൽ മറ്റുള്ള സഭകൾ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ വചനം കാത്തു. അതുകൊണ്ട് അവർക്കുള്ള വാഗ്ദത്തം കൂടി അവരോട് പറയുന്നു. ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. പ്രിയരെ, വചനം കാക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്നവരെ, ഏത് പ്രശ്നങ്ങൾക്ക് നടുവിലും ഏത് മഹാമാരികളുടെ നടുവിലും കാക്കുന്നവനായ ദൈവം. ഇന്നും അപ്രകാരമുള്ള സംരക്ഷണം അനുഭവിക്കുന്നവർ ഏറെയുണ്ട്. ഫിലദൽഫിയ എന്ന പട്ടണത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രകൃതി ദോഷങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന നിരവധി അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്രകാരം ഒരു പ്രദേശമായിരുന്നത്. അവിടുത്തെ ദൈവമക്കളുടെ ജീവിതത്തെ ഇത്തരം നിരവധി പ്രതികൂലങ്ങൾ നിമിത്തം അവരുടെ ജീവിതം ദുസ്സഹമാകാറുണ്ടായിരുന്നു. എന്നാൽ അവർ നേരിടുന്ന ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, പ്രയാസ സാഹചര്യങ്ങളുടെ ദുരിതങ്ങൾക്ക് നടുവിലും ആ ദൈവജനം ദൈവത്തിൻ്റെ വചനം തങ്ങളുടെ ജീവിതത്തിൽ കാക്കുകയും കർത്താവിൻ്റെ നാമത്തിന് ദുഷി വരുത്താത്ത ജീവിതം നയിക്കുകയും ചെയ്തു. ദൈവവചനം കാക്കുന്നതിൽ അവരുടെ പ്രാഗൽഭ്യം അവർ തെളിയിച്ചു. സാക്ഷ്യം പുലർത്തുന്നതിൽ അവർ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. അപ്രകാരമുള്ളവർക്കാണ് മുറുകെ പിടിക്കുവാനും ആശ്വസിക്കുവാനുമുള്ള വാഗ്ദത്തം സ്വർഗീയ പിതാവ് കൊടുത്തത്. ആ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ കാത്തുകൊള്ളും. ഏത് മഹാപീഡകളും ഏത് പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളുടെ നടുവിലും ഏത് മഹാവ്യാധി ഉണ്ടായാലും നിങ്ങൾക്ക് നേരെ അവ കടന്നു വരുമ്പോൾ നിങ്ങൾ വചനം കാത്തവരായതുകൊണ്ട് ഞാനും നിങ്ങളെ കാത്തുകൊള്ളും എന്നൊരു ഉറപ്പാണ് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകി തന്നിരിക്കുന്നത്. വരുവാനുള്ള പരീക്ഷാകാലം എന്നത് പ്രിയരെ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നത് എന്ന ആശയത്തിലാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിൽ കഷ്ടതയുടെ, ഉപദ്രവത്തിൻ്റെ, ക്ഷാമത്തിൻ്റെ, രോഗകെടുതികളുടെ കാലഘട്ടങ്ങളൊക്കെ വെളിപ്പെടാറുണ്ട്. അപ്പോഴൊക്കെയും ദൈവാശ്രയത്തിൽ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ കരുതലും കാവലും അനുഭവിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ജീവിതകാലത്ത് സകലതും നന്നായി പോകുമ്പോൾ ദൈവത്തെ മറന്നുള്ള ജീവിതം ഒരിക്കലും അരുത്. വചനത്തെ ധിക്കരിച്ചുകൊണ്ടും തങ്ങൾക്ക് പുറകിലെറിഞ്ഞും ദൈവനാമത്തിന് അപമാനം വരുത്തിയും ജീവിക്കുന്ന അനേകായിരങ്ങൾ ആത്മീയ ഗോളത്തിലുമുണ്ട്. പ്രിയരെ, അപ്രകാരമുള്ളവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷാകാലം ഉണ്ടാകും എന്ന് പോലും ചിന്തയില്ലാത്തവരാണ്. പരീക്ഷാകാലം വരുമ്പോൾ മാത്രം വചനം അന്വേഷിക്കാനും ദൈവനാമത്തെ ഉയർത്തുവാനും ദൈവത്തെ അന്വേഷിക്കുവാനും ഇടയാകാതെ, പ്രിയരെ, ഇപ്പോൾ നല്ല സമയത്ത് തന്നെ, സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ, എല്ലാം നന്നായി നടക്കുമ്പോൾ തന്നെ ദൈവമുഖം അന്വേഷിച്ചു തുടങ്ങുക. ദൈവവചനത്തെ അന്വേഷിക്കുക, ദൈവവചനത്തെ കേൾക്കുക, ദൈവവചനത്തെ ധ്യാനിക്കുക, കൂട്ടായ്മ ആചരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, കർത്താവിൻ്റെ വേലയിൽ പങ്കുള്ളവരാകുക. അങ്ങനെയാണെങ്കിൽ കൂടപ്പിറപ്പുകളെ, ഏത് ആപൽക്കരമായ സാഹചര്യങ്ങൾ മുൻപിൽ വെളിപ്പെട്ടാലും ദൈവം അതിൻ്റെ നടുവിൽ ഒരു നാളും ദൈവത്തിൻ്റെ ജനത്തെ കൈവിട്ട് കളയുകയില്ല. ആ വാഗ്ദത്തം ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളതാണ്, ദൈവത്തിൻ്റെ ജനത്തിനുള്ളതാണ്. ആ വാഗ്ദത്തം നമുക്ക് അവകാശമാക്കിയെടുക്കുവാനുള്ളതാണ്. കൂടപ്പിറപ്പുകളെ, നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയുമോ? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ദൈവവചനം കാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വേണ്ടെന്ന് വയ്ക്കാറുണ്ടോ? ദൈവവചനം കാക്കുന്നതിന് വേണ്ടി ത്യാഗം സഹിക്കാറുണ്ടോ? വചനം കാക്കുന്നതിൽ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? വചനം കാത്തതിൻ്റെ വെളിച്ചത്തിൽ നിന്നയോ പരിഹാസമോ അപമാനമോ സഹിക്കേണ്ടി വന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് പിന്മാറിപ്പോയിട്ടുണ്ടോ? വചനത്തിൽ നിലനിൽക്കുവാൻ പ്രിയരെ പോരാടുക. വചനം കാക്കുവാൻ താല്പര്യപ്പെടുക. ഏത് പ്രതിസന്ധികളുടെയും വേദനകളുടെയും ഒക്കെ നടുവിലും വചനം നിങ്ങളെ പൊതിഞ്ഞ് നിങ്ങളെ സൂക്ഷിക്കും. വചനം കാക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തെ മുറുകെ പിടിക്കുക, ലോകത്തിൽ വ്യത്യസ്തനായി ജീവിക്കുവാൻ താല്പര്യപ്പെടുക. ദൈവം തൻ്റെ സംരക്ഷണം, തൻ്റെ വചനം മുഖേന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും
നൽകി തരുവാനിടയായി തീരും. അത് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തതാകയാൽ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ചെടുക്കും. ഞാനും എൻ്റെ കുടുംബവും പ്രാപിച്ചെടുക്കും. ഞാനും എൻ്റെ കൂട്ടായ്മയും പ്രാപിച്ചെടുക്കും. അത് ഞങ്ങൾ അനുഭവിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ കാക്കുകയും ചെയ്യും എന്നൊരു ഉറച്ച തീരുമാനത്തോടെ, ഉറച്ച പ്രത്യാശയോടെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയാൽ അവർ നിറയപ്പെടട്ടെ. വചനത്തെ കാക്കുന്നവരായി, വചനത്താൽ കാക്കപ്പെടുന്നവരായി ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നിൻ്റെതായ മറുപടികളും വിടുതലുകളും സ്വർഗം പകർന്നു കൊടുത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില മറുപടികളെ കൊടുത്ത്, ചില വിടുതലുകളെ കൊടുത്ത്, ചില വഴികളെ തുറന്നു കൊടുത്ത് വചനത്താൽ കാക്കപ്പെടുന്നവരെന്ന് ചുറ്റുപാടുമുള്ളവർ നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സാക്ഷിക്കുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വിടുവിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വാസം അതിനാൽ നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമേ ഭൂവാസം. കൃപയാൽ മനോഹരമാ ദുരിതങ്ങൾ നിറയുമേ ഭൂവാസം. കൃപയാൽ മനോഹരമാ കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപയും ും എവിടെയാലും ബലഹീനതയിൽ നല്ല ബലമേകും. മരുഭൂമിയിലാനന്ദ കടലാകും. ഇരുപാതയിൽ അരുവിനമൊഴി നൽകും. കൃപയും എന്നാശ്രയമാ ഇരുപാതയിൽ അരുവിനമൊഴി നൽകും. കൃപയും എന്നാശ്രയമാ കൃപയും എന്നാശ്രയം. ഹല്ലേലൂയ. കൃപയും എന്നാനന്ദമാ വൈദികൾ വന്നാലും എവിടെയെന്നാലും കൃപമതിയെന്നാലും വൈദികൾ വന്നാലും എവിടെയെന്നാലും കൃപമതിയെന്നാലും എന്റെ കാഴ്ചയിൽ അവരെന്നെ ഓർത്തല്ലോ. ഓരവൈരിയും ബലമവൻ പകർത്തല്ലോ. എന്റെ കൈകളിൽ അവരെന്നെ ചേർത്തല്ലോ. സ്വർഗ്ഗഗീതം പാടിയും എന്റെ കൈകളിൽ അവരെന്നെ ചേർത്തല്ലോ. സ്വർഗ്ഗഗീതം പാടിയും കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപയും ആനന്ദമാ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും ഇരുജീവനെ തന്നവനിവേയും കൃപയാൽ നടത്തുമെന്നേ. ഇരുജീവനെ തന്നവനിവേയും കൃപയാൽ നടത്തുമെന്നേ. കൃപയും എന്നാശ്രയം. ഹല്ലേലൂയ. കൃപയും എന്നാനന്ദമാ വൈരികൾ വന്നാലും